എടാ നീ എന്ത് നോക്കിയിരിക്ക? പെണ്ണിന് മാസം 5 തികഞ്ഞത് 6-മത്തെയാ. പിള്ളേരാണെങ്കിൽ ഓരോ ദിവസം കൂടുമ്പോഴും മനുഷ്യന്റെ മനസ്സിൽ തീയാ. നീ അവിടെ വീട്ടിൽ കൊണ്ട് വിടാൻ നോക്ക്. അമ്മ, ആദ്യത്തെ 2 പ്രസവത്തിന്റെ സമയത്ത് അമ്മ ഇതന്നെയല്ലേ പറഞ്ഞത്? തൽക്കാലം ഇപ്രാവശ്യം അവളിവിടെ നിൽക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കാം. എന്നിട്ട് അവര് കൂട്ടിക്കൊണ്ടു പോയോ? ഇല്ലാലോ. പെണ്ണ് ഇവിടെ തന്നെയല്ലേ നിന്നത്. അവക്കാണെങ്കിൽ പോകില്ല എന്ന് വാശി, നിനക്കാണെങ്കിൽ അവരെ മുമ്പിൽ ഞാൻ വലിയ ആളാണെന്ന് തെളിയിക്കണം എന്നുള്ള വാശി. അവസാനം പെണ്ണ് പ്രസവത്തിന് ആശുപത്രിയിൽ എത്തിയപ്പോ കയ്യിൽ 5 പൈസ ഇല്ല. അപ്പൊ നീ എന്താ പറഞ്ഞത്? അമ്മ പറഞ്ഞ തന്നെയാണ് ശരി, നാട്ടു നടപ്പല്ലേ, അത് അവര് നോക്കേണ്ടതല്ലേ, അതുകൊണ്ട് ബില്ല് അവരെന്നെ കിട്ടിക്കോട്ടെ. എന്നിട്ട് നാണല്ലാണ് ഞാൻ ആ വീട്ടുകാരെ വിളിച്ചു വരുത്തിയത്, ആചാരത്തിന്റെ പേരും പറഞ്ഞിട്ട്. മറന്നുപോയോ? സ്വന്തം മോള് പ്രസവിച്ച് കിടക്കണം, ഡിസ്ചാർജ് ആകണേ പൈസ കിടണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വീട്ടുകാർ തിരിഞ്ഞു നോക്കാതിരിക്കോ? അങ്ങനെയല്ലേ അവര് വന്നത്. എന്നിട്ട് ഞാൻ അവരോട് എന്തൊക്കെ പറഞ്ഞു, നിങ്ങളൊരു അച്ഛനും അമ്മയല്ലേ, മോളെ തിരിഞ്ഞു നോക്കണ്ടേ, ഇതൊക്കെയല്ലേ നാട്ടിലെ മര്യാദ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ പ്രസവം നിങ്ങൾ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തൊക്കെ പറഞ്ഞ്. അങ്ങനെ അവര് പൈസയും കെട്ടി ആ കുട്ടീനെ ഒന്ന് വെറുതെ ഒന്ന് നോട്ടവും നോക്കിയിട്ട് പോയതാ. എന്ന് വെച്ചിട്ടേ ജീവിതകാലം മുഴുവൻ അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല. പെണ്ണ് എന്തായാലും ഇങ്ങോട്ട് വന്നു, ഒളിച്ചോടി വന്നൊന്നും അല്ലല്ലോ, അന്തസ്സായിട്ട് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നെയല്ലേ. എന്നിട്ട് അവരെ ദേഷ്യവും വാശിയും ഒക്കെ കാണിക്കാൻ വേണ്ടി മാറി നിന്നാലോ? 3-മത്തെ പ്രസവം അവിടുന്ന് മതി, അതാണ് ഒരു നാട്ടു നടപ്പ്. അവര് വരട്ടെ, പെണ്ണിനെ കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ 6 മാസം. എന്നിട്ട് പ്രസവമൊക്കെ കഴിഞ്ഞ് ഒരു കുട്ടിക്ക് 8 മാസോ 9 മാസോ ആവുമ്പോ ഇങ്ങോട്ട് അയക്കട്ടെ. നാളെയും മറ്റന്നാളും നല്ലൊരു പ്രസവം, ഇനി മാസങ്ങളില്ലേ. ആ സമയമാകുമ്പോൾ ആരെ ഏതെങ്കിലും കടം വാങ്ങിയിട്ടൊക്കെ ശരിയാക്കാൻ നോക്കാം. ഇപ്പോൾ ഇരിക്കട്ടെ അവിടെ. നീ എങ്ങനെ പൈസ ശരിയാക്കുന്ന പറയുന്നേ? ഇനി ഉണ്ട് 3-4 മാസം. ആ 3-4 മാസം പെണ്ണിനെ നന്നായിട്ട് തന്നെ നോക്കണ്ടേ? അതിനിടയ്ക്ക് എത്ര പ്രാവശ്യമാണ് ആശുപത്രിയിൽ പോകുന്നത്? അത് മാത്രോ, പ്രസവം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ചെലവാണ്. പിന്നെ കുട്ടീന്റെ ഒപ്പം രാത്രിയും പകലും ഒക്കെ കാവലിരിക്കണം. അതിന്റെ തുണി കഴുകിയിട്ടും മൂത്രമായത് അത് കഴുകിയിട്ടും അങ്ങനെ ഇങ്ങനെയും ബെഡ്ഷീറ്റ് കഴുകിയിട്ടും ഒരുപാട് നോക്കണം. എന്റെ പൊന്നു മോനെ, നിന്നെ കൊണ്ട് നോക്കാൻ പറ്റില്ലാതെ എനിക്കറിയാം. അപ്പൊ വീട്ടിൽ കൊണ്ടുവിട്, അവര് പൊന്നുപോലെ നോക്കിക്കോളും. എന്നിട്ട് 28-നോ 3 മാസം ആകുമ്പോഴൊക്കെയോ അതിന് എന്തെങ്കിലും കഴുത്തിലും കയ്യിലും കാതിലും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നിറച്ചും സ്വർണ്ണത്തിൽ കുളിപ്പിച്ചിട്ട് അതിനിങ്ങോട്ട് വിടും. 5 പൈസന്റെ ചെലവുമില്ല, ഒരു ബുദ്ധിമുട്ടും നമ്മൾ അറിയണ്ട. പിന്നെ സ്വർണം അങ്ങനെയാണെങ്കിലേ ആദ്യത്തെ 2 കുട്ടിക്ക് അവർ എന്തെങ്കിലും കൊടുത്തോ? ഹോസ്പിറ്റലിൽ വന്നിട്ട് ആ ബില്ലും പേ ചെയ്തിട്ട് പോയതല്ലേ. പിന്നെ അവരിങ്ങോട്ട് വന്ന് നോക്കിയിട്ട് പോലും ഇല്ല. അവരുടെ അടുത്തേക്കാണ് പിന്നെ 3-മത്തെ പ്രസവം പറഞ്ഞ് ഇവളെ കൊണ്ട് ആക്കാൻ പോകുന്നത്. അതൊക്കെ നാണക്കേടാണ്. അവരവളെ നോക്കുന്ന വിചാരിച്ചിരിക്കുന്നത്? നോക്കൊന്നുമില്ല. എടാ, നീ വിചാരിക്കുന്ന ചില്ലറ പൈസയിലൊന്നും തീരില്ല. ഇത് 3-മത്തെയാ, പണ്ടത്തെ ആരോഗ്യമൊന്നും പെണ്ണിനില്ല. എന്തെങ്കിലും പറ്റിയിട്ട് വലിയ ബുദ്ധിമുട്ടാണ്, അതിന് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഇല്ലാത്ത പ്രശ്നങ്ങൾ അത്രയുണ്ട്. ഇനി വല്ല 5-6 മാസം നമ്മൾ ഇങ്ങനെ കാവലിരിക്കേണ്ടി വരും. നീ ഇരിക്കുവോ? ഞാൻ തന്നെ ചെയ്യണ്ടേ? ഓരോന്ന് ആലോചിച്ചിട്ട് അല്ലേ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും പെണ്ണുങ്ങളൊക്കെ പറയുന്നുണ്ട്, ഈ സമയത്ത് നിങ്ങൾ എന്തിനാണ് അവളെ പണിക്ക് വിടുന്നതെന്ന്. എല്ലാത്തിന്റെയും കണ്ണ് ഇവിടെയാ. അവിടെ ജാനകിന്റെ മരുമകൾക്കൊക്കെ പ്രസവം കഴിഞ്ഞിട്ട് 3 മാസമൊക്കെ നോക്കാനൊക്കെ ആളുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇവിടെയോ ഞാനും ഇല്ല, നീയും നോക്കില്ല, ആളും ഇല്ലെങ്കിൽ അതാ പെണ്ണ് കഷ്ടപ്പെടില്ലേ, നാട്ടുകാര് പറയില്ലേ. ഇതിപ്പോ ഒരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞത് നീ അങ്ങോട്ട് ചെയ്താൽ മാത്രം മതി. മുളുപ്പൊന്നും നോക്കണ്ട. അല്ലെങ്കിൽ നിനക്ക് എവിടെ നാണക്കേടുന്നാണോ അതൊക്കെ? നീ ഒന്ന് വിളിക്കേ, അവളോട് പറയേ, എന്തെങ്കിലുമൊക്കെ ചെയ്യേ. ഓ, ആ സമയത്ത് അമ്മയ്ക്ക് അവളെ നോക്കാനാണ് പ്രശ്നമെങ്കിൽ നമുക്ക് വേറെ ആളെ വെക്കാം. നാട്ടിൽ നടക്കാത്ത കാര്യമാണോ? ഓ, എല്ലാ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ. പക്ഷെ അതിനൊക്കെ എങ്ങനെ എണ്ണി എണ്ണി കൊടുക്കാൻ പൈസ വേണം. നിന്റെ ഉണ്ടോ പൈസ? അതിനൊക്കെ അല്ലേ പെങ്ങളെന്ന് പറഞ്ഞ ഒരാളുള്ളത്. അവളെ നിന്ന് വാങ്ങണം. ഒരു 3-4 മാസം നിർത്തിയാൽ പോരെ? അതിനുള്ള പൈസ അവളെ നിന്ന് വാങ്ങി കൊടുക്കാം. ഓ, ഒരു പെങ്ങള്, നീ പറഞ്ഞങ്ങോട്ട് ചെന്നാ മതി. ആങ്ങളെന്റെ ഭാര്യന്റെ പ്രസവത്തിനെ പൈസ എടുത്തു വെച്ചിരിക്കുക അവള്. എടാ, ഇപ്പൊ ഞാൻ പോകുന്നതന്നെ അവൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല. ഒന്നാമത് ഇവളെ പ്രസവം അടുത്തിരിക്കുന്നത്, നിനക്കാണേ പണിയില്ല. പിന്നെ ഞാൻ ഇങ്ങനെ പോകുമ്പോഴേ എന്തെങ്കിലും സഹായം ചോദിക്കുന്നുള്ള പേടിയാണ് പെണ്ണിന്. എനിക്ക് വലിയ വിലയൊന്നും തരുന്നില്ല. എന്നോട് പറയുകയും ചെയ്തു, അമ്മ വേണമെങ്കിൽ കുറച്ച് ദിവസം അവിടെ നിന്ന് അവിടുത്തെ പണിയൊക്കെ ഞാൻ നോക്കാം. അതുമല്ല, ഇപ്പൊ നിന്റെ പെങ്ങളെ തന്നെയാണ് പറഞ്ഞത് ഇവളെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ. അങ്ങനെയാണെങ്കിലേ അവക്ക് ഇവിടെ വന്ന് നോക്കിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തില്ല എന്നുള്ള ചീത്ത പേരില്ല. എനിക്കാണെങ്കിൽ അവിടെ പോയി നിൽക്കുക, അപ്പൊ നാട്ടുകാരൊന്നും പറയൊന്നും ഇല്ല. മരുമോള് ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ എന്റെ മോളെ വീട്ടിൽ പോയി നിന്ന് എനിക്ക് അന്തസ്സായിട്ട് പറയാം. അപ്പൊ നിനക്കാണെ ജോലിയും കൂലിയും ഇല്ല. അപ്പൊ നീ നോക്കിയില്ല എന്നുള്ള ബുദ്ധിമുട്ടും ഇല്ല. നിനക്ക് പൈസനെ കുറിച്ച് ചിന്തിക്കണ്ട, അവര് ഭദ്രമായിട്ട് നോക്കിക്കോളും പെണ്ണിനെ. ഞാനിപ്പോ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോ നിനക്ക് എന്തോ അമ്മ തെറ്റ് പറയാണെന്ന് തോന്നും. പക്ഷെ നീ ഒന്ന് ആഴത്തിലൊന്ന് ചിന്തിച്ചു നോക്ക്, അപ്പൊ നിനക്ക് ഈ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവും.
എടി നീ വീട്ടിലേക്ക് വിളിച്ചോ? വീട്ടിലേക്കോ? ഏത് വീട്ടിലേക്ക്? നിന്റെ വീട്ടിലേക്ക്. പിന്നെ എവിടേക്ക്? എന്റെ വീട്ടിലേക്കോ? അത് ഞാൻ എന്റെ വീട്ടിലേക്ക് വിളിക്കാറില്ലല്ലോ. അത് നിങ്ങൾക്ക് അറിയുന്നതല്ലേ. എന്നാലും നിന്റെ വീട്ടുകാരെ സമ്മതിക്കണം കേട്ടോ. എടി അവർക്ക് നമ്മുടെ മക്കളെ കാണുന്ന ഒരാഗ്രഹമില്ല. സാധാരണ പാരന്റ്സ് ഒക്കെ ഇവിടെ ഇങ്ങനെ മോള് ഗർഭിണിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് വരും, എന്ത് പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ മറന്നിട്ട്. ഇതൊരുമാതിരി ആചാരമില്ല, നാട്ടുനടപ്പുമില്ല, ഒന്നുമില്ല. അതെ, ആചാരത്തിനും നാട്ടു നടപ്പിനുള്ള സാഹചര്യമൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. സാധാരണ എല്ലാ ഡെലിവറിക്കും ഹോസ്പിറ്റലിലെത്തി ബില്ല് അടയ്ക്കാൻ വഴിയില്ല എന്ന് പറയുമ്പോൾ പറയും നിന്റെ വീട്ടുകാരെ വിളിക്ക്, ഇതാണ് ആചാരം, അവരാണ് കൊടുക്കേണ്ടത്. അതിനു മുമ്പ് വരെ വിളിക്കലും പറയലും ഒന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്നതാ നിങ്ങളുടെ ആചാരങ്ങൾ. അതെ, ഈ പ്രസവത്തിന് അങ്ങനെയാണെങ്കിൽ നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല. ഇത് നിങ്ങൾ നോക്കേണ്ടതാ. 2 പ്രസവം അവരെ കൊണ്ട് നോക്കിപ്പിച്ചില്ലേ, ഒരുമാതിരി നാണം കെടുത്താൻ വേണ്ടിയിട്ട്. വലിയ ഞങ്ങൾ എന്തൊക്കെയോ സംഭവങ്ങളാണ്, നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നാണം കെടുത്തിട്ടാണ് അവരെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിടുന്നത് ഓരോ സമയം. ഇനി പറ്റൂല, ഇത് നിങ്ങൾ തന്നെ നോക്കണം, വേറെ വഴിയില്ല. എടി പ്രസവത്തിന്റെ ചെലവൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനെ കുറിച്ച് ആരോട് സംസാരിച്ചത്? ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന നിനക്ക് ഇപ്പൊ മെയിൻ ആയിട്ട് എന്താ വേണ്ടത്? നിനക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ സ്വന്തം അമ്മേന്റെ അടുത്ത് ചെല്ലണം, അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിക്കണം, പിന്നെ അമ്മ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും, ഇതൊക്കെ കേൾക്കണമെന്ന്? അങ്ങനെയല്ലേ വേണ്ടത്? എന്തായാലും ആദ്യത്തെ 2 അത് നടന്നില്ല, അതെന്റെ തെറ്റ്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അല്ല, നിനക്കിപ്പോ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റില്ലെങ്കിലേ ഒരു കാര്യം ചെയ്യാം, ഞാനും അമ്മയും ഇവിടുന്ന് നിന്റെ വീട്ടിൽ പോവാ. എന്നിട്ട് ഞങ്ങളുടെ ചടങ്ങ് എന്താണ്, അവരുടെ ചടങ്ങ് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടേ, നാട്ടില് നടപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ നിന്നെ അങ്ങോട്ട് കൊണ്ടുവിടാം. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. ഈ ചടങ്ങിന്റെ പേരിലെ ചെലവ് മുഴുവൻ അവരെ കൊണ്ട് എടുപ്പിക്കണം അല്ലേ? പിന്നെ എന്നെ നോക്കാനും നിങ്ങൾക്കാകില്ല, അതുകൊണ്ട് അവരെ സഹായം വേണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇമാതിരി നാടകം കൊണ്ട് എന്റെ മുമ്പിൽ ഇനി വരാൻ നിൽക്കരുത്. ആദ്യത്തെ 2 പ്രസവത്തിനും പൈസയും തന്ന് അവര് വിട്ടതാ, പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കുട്ടികൾ എങ്ങനെയുണ്ട് എന്താണ് ഒരു വിശേഷം അന്വേഷിച്ചിട്ടില്ല. ഇടയ്ക്ക് എന്റെ അനിയത്തി ഒന്ന് വരും പോകും, അത്രയേ ഉള്ളൂ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഇനി 3ാമത്തെ പ്രസവത്തിന് അവരെ മുമ്പിൽ ഇരക്കാൻ ഇട വരുത്തരുത്. ഞാൻ പോകില്ല എന്ന് പറഞ്ഞാൽ പോകില്ല. ഇനി ഈ കാര്യം പറഞ്ഞ് നിങ്ങൾ എന്റെ അടുത്തേക്ക് വരണ്ട. എല്ലാം കഴിഞ്ഞിട്ട് ഇത് എവിടെ വന്നിരിക്കുക? ഈ ദേഷ്യം വാശിയൊന്നും കാണിക്കാൻ പറ്റിയ സമയമല്ല കേട്ടോ ഈ പ്രസവ സമയം എന്ന് പറയുന്നത്. അത് നീ ആദ്യം ഒന്ന് മനസ്സിലാക്ക്. അമ്മ, അതിന് ഞാൻ ആരോട് വാശി കാണിച്ചു? ഇതുവരെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല ഞാൻ അനുസരിച്ചിട്ട് ചെയ്തിട്ടൊക്കെ ഉള്ളൂ. പക്ഷെ ഇപ്പൊ വേറെ ആരും അല്ലല്ലോ, എന്റെ സ്വന്തം ഭർത്താവിന്റെ അമ്മയും തന്നെയല്ലേ കൂടെ ഉള്ളത്. പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നേ? നിങ്ങൾ നോക്കില്ല എന്നെ. ആയിക്കോട്ടെ, നീ പറയുന്ന ഒക്കെ ശരിയാണ്. പക്ഷെ എന്നെ കണക്കാക്കിയിട്ട് നീ ഇവിടെ നിൽക്കണ്ട. നിന്റെ കയ്യിൽ പൈസ ഉണ്ടോ? അതാദ്യം ആലോചിക്കേ. പിന്നെ എന്റെ മോനായതുകൊണ്ട് പറയല്ല, 5 പൈസന്റെ വിവരമില്ലാത്തവനാണ് നിന്റെ ഭർത്താവ്. അവനെയും വിശ്വസിച്ച് നീ ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞാൽ ശുദ്ധ മണ്ടത്തരന്നേ ഞാൻ പറയൂ. പ്രസവം കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ചില്ലറ ഇതൊന്നും പോരാ, നിന്റെ കൂടെ നിൽക്കണം. കുഞ്ഞിനെ എടുക്കാനും അതിനെ ഉറക്കാനും പിടിക്കാനും കുളിപ്പിക്കാനും വേണ്ട എല്ലാ കാര്യത്തിനും ആള് വേണം. നിന്നെ നോക്കാനും ആള് വേണ്ടേ? ഈ സമയമൊക്കെ സ്വന്തം അമ്മ കൂടെ ഉണ്ടെങ്കിൽ അത് വലിയൊരു ആശ്വാസമായിരിക്കും നിനക്ക്. അത് നീ ആദ്യം ഒന്ന് മനസ്സിലാക്ക്. അല്ലെങ്കിലും വേറെ ആരും അല്ലല്ലോ, സ്വന്തം അച്ഛനും അമ്മയല്ലേ. അവരെ മുമ്പ് ചെന്ന് കണ്ണീരും ഈ ഒരു വയറുമായിട്ടൊക്കെ നിൽക്കുന്ന കണ്ടാൽ തന്നെ അവരെ മനസ്സങ്ങടെ അലിയും. എന്നിട്ട് അവിടെ നിന്ന് സുഖചികിത്സയൊക്കെ കഴിഞ്ഞ് പതുക്കെ ഇങ്ങോട്ട് വാ. നീ ചിന്തിച്ച് പ്രവർത്തിക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. ഹലോ അമ്മ, ഇത് ഞാനാ. എനിക്ക് മനസ്സിലായി, നിന്റെ ശബ്ദം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നല്ലോ. നീ കാര്യം എന്താ വെച്ചാ പറയും. അച്ഛനും അമ്മയ്ക്കൊക്കെ സുഖാണോ? ഓ, ഞങ്ങൾക്ക് സുഖമാണ് മോളെ, പരമസുഖം. നീ ഞങ്ങൾക്ക് നല്ലപോലെ സന്തോഷവും സമാധാനവും തന്നിട്ടാണല്ലോ ഇവിടുന്ന് പോയത്. നീ എന്ന് പോയി അന്ന് മുതൽ തൊട്ട് ഞങ്ങൾക്കൂടെ നല്ല സുഖമാണ്. നിന്റെ അനിയത്തിയോടെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഇപ്പൊ എത്ര മാസമായി നിനക്ക്? 5ഓ 6ഓ? ഡോക്ടർ ഡേറ്റ് പറഞ്ഞോ? ഇല്ലമ്മ, ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അതിപ്പോ ഇനി സ്കാനിങ്ങിന് പോണം, എന്നിട്ടൊക്കെ പറഞ്ഞു.
എന്നാ ശരി, എപ്പോഴത്തെയും പോലെയേ ആശുപത്രി പോയി അഡ്മിറ്റ് ആയി അങ്ങോട്ട് വിളിക്ക്. പൈസ വന്ന് കെട്ടണ്ട ഇവിടെ ഞങ്ങൾക്ക്. ശരി, ഇനി വേറൊന്നും പറയാനില്ലല്ലോ? ഇല്ല, വേറൊന്നും പറയാനില്ല. ആയിക്കോട്ടെ. നീ എന്തൊരു കാര്യങ്ങളൊന്നും പറയാണ്ട് ഫോൺ കട്ട് ചെയ്തത്? നിന്റെ വീട്ടിലെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണോ ഞാൻ നിന്നോട് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞത്? എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല. എടി, ഞാനൊരു കാര്യം പറഞ്ഞുതരാം, നീ വെറുതെ കഷ്ടപ്പെടും. ആദ്യത്തിനാണ് ഞാൻ നന്നായിട്ട് നോക്കിയില്ലേ, ഇനി എല്ലാം കൂടെ എന്റെ ഷോൾഡറിൽ ഇങ്ങനെ വെച്ച് തരാൻ നോക്കണ്ട. ഇതല്ലെങ്കിൽ നിന്റെ വീട്ടുകാരെ കടമയാണ്, അത് അവർക്ക് മുങ്ങാൻ പറ്റുമൊന്നുമില്ല. എനിക്കറിയാം നിന്റെ അച്ഛനും അമ്മയ്ക്ക് കാഞ്ഞ ബുദ്ധിയാണെന്ന്. അതുകൊണ്ടല്ലേ നിന്നോട് മര്യാദയ്ക്ക് സംസാരിക്കാതും പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. ഒരു കാര്യം ചെയ്യാം, അവർക്കല്ലേ ഇതിൽ വലിയ താല്പര്യമില്ലാത്തുള്ളൂ. ഞാനും അമ്മയും കൂടെ നിന്നെ അങ്ങോട്ട് കൊണ്ടുവിടാം. എന്നിട്ടേ എല്ലാം കഴിഞ്ഞിട്ട് ചടങ്ങൊക്കെ അതിൻ്റെതായ രീതിയിൽ നടത്തിയിട്ട് ഒരു 5-6 മാസം കഴിഞ്ഞ് മെല്ലെ ഇങ്ങോട്ട് വന്നാൽ മതി. ഒരു തിരക്കുമില്ല, ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കിക്കോളാം. നിന്റെ ഈ വാശിപിടുത്തം കുറച്ചിങ്ങോട്ട് കുറയ്ക്ക്, എന്നിട്ട് ബുദ്ധിയോടെ ചിന്തിക്കുക എന്ത് ചെയ്യണമെന്ന്. അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല. അയ്യോ, ഇതെന്താ ഈ കുട്ടി ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നത്? ഷോ, അതിന് നോക്കാൻ ഇവിടെ ആരും ഇല്ലേ? ഇവളത് എവിടെ പോയതാ? നീ എന്താ എവിടെ ഇരുന്നിട്ട്? നിന്റെ വാവയല്ലേ പുറത്ത് കളിച്ചോണ്ടിരിക്കുന്നത്? പോയി നോക്ക്. അച്ഛമ്മ, എനിക്ക് നാളെ ക്ലാസ് ടെസ്റ്റ് ഉണ്ട്, അതിനു വേണ്ടിയാ പഠിക്കുന്നത്. അച്ഛമ്മ പോയി നോക്കിക്കോ വാവേനെ. ആ, ഇതാണ് ഇപ്പൊ ഞാൻ പോയി നോക്കണം അല്ലെ? മുറ്റത്ത് പോയിരിക്കണം. നിന്റെ അമ്മ എവിടെ? അമ്മ തുണി മടക്കി വെക്കാണ്. ഓ, അവള് കുഞ്ഞിനെ അവിടെ വിട്ടിട്ട് അങ്ങോട്ട് പോയിരിക്കുക. നീ ഒരു കാര്യം ചെയ്, ദാ കുറച്ചു നേരം കുട്ടീന്റെ അടുത്ത് പോയി നിക്ക്. പോ അങ്ങോട്ടേക്ക്. എന്താ കഥ? അമ്മ തുണി മടക്കണ, ചെക്കൻ പഠിക്കുന്നു. നീ ഇവിടെ തുണിയും മടക്കിക്കൊണ്ടിരിക്കുക, കുട്ടി അവിടെ മുറ്റത്ത് മണ്ണ് കളിക്കുന്നു. അമ്മ, ഞാൻ കുഞ്ഞിനെ ഏട്ടന്റെ കയ്യിൽ കൊടുത്തിട്ടാ വന്നത്. ഏട്ടൻ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ മോനാണെങ്കിൽ ടെസ്റ്റാ. അപ്പൊ ഞാൻ പറഞ്ഞു നീ പഠിച്ചോ, അച്ഛൻ കുഞ്ഞിനെ നോക്കുന്നു. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ഏട്ടൻ അവിടെ ഇല്ല? ഏട്ടൻ അവനല്ലേ ഫോൺ ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്നത് കണ്ട്. അവിടെ ആരുമില്ല, കുട്ടി ഒറ്റയ്ക്കാ. എന്നിട്ട് ഞാൻ ആ ചെക്കനെ പറഞ്ഞു വിട്ടിരിക്കുക, നീ താഴെ പോയിട്ട് കുഞ്ഞിനെ നോക്ക്. ഇതൊക്കെ തന്നെ ഞാൻ പറഞ്ഞു. ഇതിപ്പോ 2 പിള്ളേരെ ഉള്ളൂ, എന്നിട്ട് വീട്ടിലെ പണിയും എല്ലാം കൂടെ നിന്നെ കൊണ്ട് ആവുന്നില്ല. പ്രസവം കൂടി കഴിഞ്ഞാലോ നിന്നെ നോക്കാൻ ആള് വേണം, കുഞ്ഞിനെ നോക്കാൻ ആള് വേണം, മക്കളെ നോക്കാൻ ആള് വേണം, വീട്ടിലെ കാര്യങ്ങൾ നടക്കണം. നീ ആലോചിക്കേ, നിന്റെ വീട്ടിൽ പോണോ വേണ്ടയോ എന്ന്. എല്ലാം കൂടി നിനക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നീ ഇവിടെ ഇരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ അവര് പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത്? പ്രസവത്തിന് സ്വന്തം വീട്ടിലേക്ക് പോകുന്ന സർവ്വസാധാരണയല്ലേ. ഇതിപ്പോ അവര് വിളിക്കാത്തത് കൊണ്ട് ഇവിടുന്ന് കൊണ്ടാക്കുക. അതിപ്പോ ഞങ്ങളെ മര്യാദ, അതിപ്പോ ഞങ്ങൾക്ക് കാണിക്കാതിരിക്കാൻ പറ്റുമോ? എടി, അതിന് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? ഇവളെ തലയിൽ വല്ലതും കയറണ്ടേ? പറഞ്ഞാലും മനസ്സിലാവില്ല, പിന്നെ എന്താ ചെയ്യാ? നീ അത് മനസ്സിലാക്കുക. ഭർത്താക്കന്മാരുടെ സാഹചര്യം ഭാര്യമാർക്കല്ലേ മനസ്സിലാവുള്ളൂ. നീ ഇപ്പം പോയാൽ അത് അവനൊരു സഹായാവില്ലേ? ഇപ്പൊ തന്നെ നോക്ക്, ഇവിടുന്ന് ഇപ്പൊ അമ്മ അവിടെ വന്ന് നിന്നോണ്ടല്ലേ എനിക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റിയത്. ഇപ്പൊ ഒരു പ്രസവം കൂടെ കഴിഞ്ഞു വന്ന് അമ്മയ്ക്ക് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ നിന്നോടൊന്ന് അവിടേക്ക് പോയി നിന്നോന്ന് പറയുന്നത്. എത്രയായാലും നമുക്ക് നമ്മളെ അമ്മയോട് നിൽക്കുമ്പോ ഒരു സമാധാനല്ലേ? നീ അതൊന്ന് ആലോചിച്ച് നോക്ക്. ഫോണിൽ കൂടുതൽ നിന്റെ സംസാരം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായ കാര്യം എന്താന്ന്. ഈ വിളിയെ ഞാൻ കുറച്ച് മുൻപേ പ്രതീക്ഷിച്ചതാ. എന്റെ മോളെ, നിനക്കൊരു ബാധ്യതയായിരിക്കും. അത് കാരണമാണല്ലോ ഈ സമയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരാൾ തട്ടിക്കളിക്കുന്നത്. എനിക്കവളെ ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ പ്രസവിച്ച് വളർത്തിയ മോളല്ലത്. എന്റെ മോള് ജീവിതത്തിൽ ഒരു തെറ്റായ തീരുമാനം എടുത്തു. അതാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അന്ന് ഞങ്ങൾ 100 പ്രാവശ്യം പറഞ്ഞതാ, വേണ്ട വേണ്ട വേണ്ടാന്ന്. ഇവന്റെ കൂടെയൊക്കെ വന്നു കഴിഞ്ഞ് ഇതന്നെ അവസ്ഥ ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു.
ഇനിയിപ്പോ ഇവൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നീ എന്തെങ്കിലും കടും കൈ ചെയ്യുമോന്ന് പറഞ്ഞിട്ടാ നിന്നെ പിടിച്ച് ഏൽപ്പിച്ചത്. നിനക്ക് ഭയങ്കര ടെൻഷനല്ലേ എന്റെ മോളെ ഞങ്ങൾ പ്രസവത്തിന് കൂട്ടിട്ട് പോകുന്നില്ല പറഞ്ഞിട്ട്. നിനക്ക് എന്തായാലും അവളെയും മക്കളെയും നോക്കാനുള്ള ഗതിയില്ല, അത് നീ തെളിയിച്ചു പലവട്ടം. ഇതിപ്പോ എന്ത് പുതിയതായിട്ട്? എന്റെ മോളെയും കുട്ടികളെയും പൊന്നുപോലെ നോക്കാനുള്ള ചുറ്റുപാട് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ അവൾ അവിടെ നിൽക്കട്ടെ. നിനക്കല്ലേ പറ്റാകുള്ളൂ. എന്റെ മോൾക്ക് ഇപ്പൊ ആവശ്യത്തിനുള്ളത് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവുമല്ലോ നിന്റെ ഭർത്താവിന്റെ ഈ കുടുംബത്തിൽ നിന്നും. ഇനി എന്റെ മോൾ എന്താ തീരുമാനിച്ചിരുന്നത്? ഇവിടെ എന്തും ഇവര് പറയുന്ന കേട്ട് കടിച്ചു തൂങ്ങി നിൽക്കണോ, അത് അമ്മ പറയുന്നത് കേട്ട് അങ്ങോട്ടേക്ക് വരുന്നോ? വേണ്ടമ്മേ, ഞാനും കൂടെ വരാം. വരികയാണല്ലോ, എന്നാലേ നിന്റെയും മക്കളുടെ ഇവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ ഇങ്ങ് എടുത്തിട്ട് വാ. അച്ഛനിപ്പോ കാറും കൊണ്ടുവരും. നിനക്ക് നിന്റെ ഭാര്യയും മക്കളെയും നോക്കാനുള്ള ഗതി എന്നാണോ ഉണ്ടാകുന്നത് അന്ന് നീ വാ. അല്ലാതെ മക്കളുടെ പേരും പറഞ്ഞിട്ട് ഞങ്ങളുടെ പടി ചവിട്ടി പോകരുത്. മോളെ പെട്ടെന്ന് ഇറങ്ങാൻ നോക്കേട്ടാ, അമ്മ പുറത്തുണ്ട്.